ഹലോ, ഇന്ന് ഒരു കുഞ്ഞ് കല്യാണം കൂടാൻ പോവാണേ. ഞങ്ങളുടെ സ്വന്തം ശില്പേച്ചിയുടെ കല്യാണം തൃക്കരിപ്പൂര് ഒളവറ വൈഷ്ണവം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. ഞാൻ കുറച്ചധികം നേരത്തെ എത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ളവർ വരാൻ കുറച്ച് വൈകും. അപ്പോൾ 2-2.5 മണിക്കൂറോളം ഞാനിവിടെ പോസ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ശില്പേച്ചി ഞങ്ങളുടെ ഹോസ്റ്റൽ മേറ്റാണ്. ആ സമയം മുതലേ ഞങ്ങൾ ശില്പേച്ചിയുടെ കല്യാണത്തെക്കുറിച്ചും ഞങ്ങൾ വരുന്നതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ അതിൽ നേരിൽ കാണുമ്പോൾ അത്രയേറെ സന്തോഷം. ശില്പേച്ചിയുടെ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് ഋതു കോഴിക്കോട് നിന്ന് വന്നതാണ്. ശില്പേച്ചിയുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ ഞങ്ങളുടെയും മനസ്സ് നിറയും. 2 പേർക്കും ഇതുപോലെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഏറെ കാലം ജീവിക്കാൻ കഴിയട്ടെ. ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം ഞങ്ങൾ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ വർത്താനം ഒഴിഞ്ഞ നേരം ഉണ്ടാവില്ല. ഒരു കുഞ്ഞു സദ്യയും കൂടെ ചിക്കനും ഒക്കെയുള്ള ഒരു ഗംഭീര ഊണായിരുന്നു. തീരെ പ്രതീക്ഷിക്കാതെ ഞാൻ ബന്തടിക്കലേക്ക് പോവുകയാണ്. അവിടെയാണ് ജ്യോതിയുടെ വീട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ കൂടിയുണ്ട്, ശ്വേത. ആൾക്ക് ഇന്ന് കല്യാണത്തിന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഋതു കോഴിക്കോട് നിന്ന് വന്നതുമല്ലേ, അപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് ഒന്ന് കൂടാമെന്ന് കരുതി. ഇവരോട് മാത്രമാണ് എനിക്ക് നോ പറയാൻ പറ്റാത്തത്. പിന്നെ ഒരു ലൈഫല്ലേ, വീണ് കിട്ടണ ഇത്ര നിമിഷങ്ങളല്ലേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഭാവന എന്നും പറയാറുള്ള പൂക്കയം പാലം. ആളുടെ സംസാരത്തിൽ എന്നും ഇത് ഉണ്ടാകും. പറയണ മാതിരി നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ എവിടെയാണ് പറഞ്ഞു നിർത്തിയേ? ഇനി ഇവരെക്കുറിച്ച് സ്വല്പം തള്ളാം. എൻ്റെ എലേരിയിലെ ഓർമ്മയിലെ ഏറ്റവും പ്രിയപ്പെട്ടവർ. വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെയാണ് ഞാൻ ഹോസ്റ്റലിലേക്ക് കയറിയത്. പ്രതീക്ഷിക്കാതെ കിട്ടുന്നതിന് ഇത്രയും മധുരമുണ്ടത്രേ. സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് ശില്പേച്ചി വന്നത്. അപ്പോൾ ഞങ്ങൾ 3 കട്ടിൽ ഒരുമിച്ചിട്ട് 6 പേര് കിടക്കും. ഒരുമേൻ്റെയിൽ ഒലക്കമേലും കിടക്കാമെന്നാണല്ലോ. പിന്നീട് ഋതു കോഴിക്കോടേക്ക് പോയി. പിന്നെ ഞങ്ങൾ 5 പേരായി. ഹോസ്റ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മെഗാ എപ്പിസോഡ് തന്നെ വേണ്ടി വരും. എൻ്റെ ജീവിതത്തിലെ സന്തോഷ ചിരിക്കഷ്ണങ്ങൾ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.